We begin in Germany tonight, where it took an attacker just 3 minutes to kill 5 people and wound hundreds by plowing a BMW into a crowded holiday market. ഡിസംബർ 20, 2024 ജർമ്മനിയിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ഒരു BMW കാറ് ഇടിച്ചിറങ്ങുന്നുണ്ട്. 5 പേര് മരിക്കുന്നു. 205 ആളുകൾ ഇഞ്ചേർഡ് ആകുന്നു. മരിച്ചവരിൽ 9 വയസ്സുള്ള ആന്ദ്രേ എന്ന് പറയുന്ന ഒരു കൊച്ചുകുട്ടി കൂടിയുണ്ട്. ആന്ദ്രയുടെ അമ്മ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതുന്നുണ്ട്. Let my little teddy bear fly around the world again. Andre didn't do anything to anybody. He was only 9 years with us on earth. And I don't understand. You will always live in our hearts. I promise you that. അന്വേഷണത്തിനൊടുവിൽ ഈ അറ്റാക്ക് നടത്തിയത് താലിബ് അൽ അബ്ദുൽ മോഹസിൻ എന്ന് പറയുന്ന ഒരു എക്സ് മുസ്ലിം ആണ് എന്ന് വെളിപ്പെടുന്നു. ജർമ്മനി ഇസ്ലാമികവൽക്കരിക്കപ്പെടുന്നുണ്ടെന്നും ഈ ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ജർമ്മനി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നും അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും എഴുത്തുകളിലൂടെയും അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല അവിടുത്തെ വലതുപക്ഷ പാർട്ടിയായിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്നുപോലുള്ള പാർട്ടികളുടെ സ്ലോഗനുകളും അവരുടെ പൊളിറ്റീഷ്യൻസിൻ്റെ വാക്കുകളും ഇദ്ദേഹം ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഒക്കെ ഷെയർ ചെയ്തിരുന്നു. പക്ഷേ ഈ അറ്റാക്കിന് ശേഷം AFD പാർട്ടി അദ്ദേഹത്തെ തള്ളി പറയുന്നുണ്ട്. ഇതൊരു ഇസ്ലാമിക അറ്റാക്ക് ആണെന്നാണ് പറയുന്നത്. അബ്ദുൽ മോഹസിൻ സൗദിയിൽ ജനിച്ച വ്യക്തിയായിരുന്നു. സൗദിയിലുള്ള എക്സ് മുസ്ലിംസിനെ ജർമ്മനി ദ്രോഹിക്കുന്നുണ്ടെന്നും ഈ ജർമ്മനി സിറിയ പോലുള്ള തീവ്രവാദികൾക്ക് അഭയം കൊടുക്കുന്നുണ്ട് എന്നതായിരുന്നു അബ്ദുൽ മോഹസിൻ്റെ ഒരു പരാതി. സീക്രട്ടായിട്ട് മുസ്ലിങ്ങൾ നടത്തുന്ന ഒരു ഇസ്ലാമികവൽക്കരണത്തിനെതിരെ ജർമ്മൻ ജനത എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നതായിരുന്നു അബ്ദുൽ മോഹസിൻ്റെ പ്രശ്നം. ആദ്യമായി ഈ അറ്റാക്കിൻ്റെ വാർത്ത വന്നപ്പോൾ ലോകം മുഴുവൻ ഇതൊരു മുസ്ലിം നടത്തി അനദർ ഇസ്ലാമിക് ടെററിസം എന്ന രീതിയിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടെങ്കിലും ഫർദർ അന്വേഷണങ്ങളിലാണ് ഇതൊരു നടത്തിയതൊരു വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് എന്ന് കണ്ടെത്തുന്നത്. പ്രമുഖരായിട്ടുള്ള 2 എക്സ് മുസ്ലിംസ് ഒരു യൂട്യൂബിൽ വന്ന് പറഞ്ഞത്, നിങ്ങൾ എക്സ് മുസ്ലിം ആണെങ്കിലും നിങ്ങൾ അവരെ വിശ്വസിക്കരുത് എന്നായിരുന്നു. എന്തായിരുന്നു അബ്ദുൽ മോഹസിൻ്റെ പ്രശ്നം? നമുക്കൊന്ന് പരിശോധിക്കാം. റെക്ടയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെസ്റ്റേൺ ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഭീതി വ്യാപാരത്തിൻ്റെ ഒരു കേന്ദ്രബിന്ദുവായി മാറിയിട്ടുണ്ട്. അതിലൊന്ന് മുസ്ലിങ്ങളെ പ്രതിയാക്കിക്കൊണ്ട് നടക്കുന്ന ഒരു കോൺസ്പിറസി തിയറിയാണ്. മുസ്ലിങ്ങൾ വെളുത്ത വർഗ്ഗക്കാരെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു എന്നതാണ് വൺ ഓഫ് ദി കോൺസ്പിറസി തിയറീസ്. എങ്ങനെയാണ് മുസ്ലിങ്ങൾ ഈ യൂറോപ്പിനെയും വെസ്റ്റേൺ ലോകത്തെയും റീപ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് അവർ തന്നെ കണ്ട ഉത്തരവെന്ന് പറയുന്നത് ഉയർന്ന നിരക്കിലുള്ള പ്രസവവും കുടിയേറ്റവും വഴിയാണ് എന്നാണ്. രാഷ്ട്രീയക്കാർ, എഴുത്തുകാർ, ബുദ്ധിജീവികൾ, നാസ്തികർ, യുക്തിവാദികൾ ഇവരെല്ലാം ഇതിനെ ഒരു കൾച്ചറൽ വാർ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് വാർ എന്നാണ് വിളിക്കുന്നത്. ഈ വാറിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വൈറ്റ് ആയിട്ടുള്ള യൂറോപ്യൻ ജനതയെ, യൂറോപ്യൻ കൾച്ചറിനെ ഇല്ലാതാക്കുക എന്നതാണ്. റിച്ചർഡ് ഡോക്കിൻസ് പോലുള്ള നിരീശ്വരവാദികളും സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് പോലും ഇത്തരം കോൺസ്പിറസി തിയറികൾ സ്പ്രെഡ് ചെയ്യാറുണ്ട്. അദ്ദേഹം പറയുന്നത് നവോത്ഥാനത്തിലൂടെയൊക്കെ കടന്നുപോയി ഉയർന്ന ധാർമ്മിക മൂല്യം കൈവരിച്ച ഈ യൂറോപ്പിനെ നശിപ്പിക്കാൻ ഇവിടെ ജിഹാദികൾ ശ്രമിക്കുന്നുണ്ട് എന്നായിരുന്നു. പക്ഷേ ഈ ഒരു പേടിയും ഈ ഒരു നറേറ്റീവും എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? 2020 സാറ ബ്രാക്കും ലൂയിസ് മാനുവലും കൂടെ എഴുതിയ ഈ ഒരു ആർട്ടിക്കിൾ ഇതിനെ മുസ്ലിം ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾ ഈ ഒരു മുസ്ലിം ക്വസ്റ്റ്യനെ കുറിച്ചും കൂടി അനലൈസ് ചെയ്യുന്നതാണ്. എന്താണ് മുസ്ലിം ക്വസ്റ്റ്യൻ? മുസ്ലിങ്ങൾ യൂറോപ്പിൽ ഒരു പ്രശ്നമാണ് എന്ന് ഫ്രെയിം ചെയ്യപ്പെടുന്നതിനെയാണ് മുസ്ലിം ക്വസ്റ്റ്യൻ എന്ന് എഴുത്തുകാർ ഇതിനെ വിളിക്കുന്നത്. അവരെ പൊട്രേ ചെയ്യപ്പെടുന്നത് അവർ വെളിയിൽ നിന്ന് വന്നവരാണ്. അവർ ഈ ആധുനിക ജനാധിപത്യ ബോധ്യം ഉൾക്കൊള്ളാൻ കഴിവില്ലാത്തവരാണ്. വളരെ ആദിമ കാലഘട്ടത്തിലെ 6-ാം നൂറ്റാണ്ടിലെ 5-ാം നൂറ്റാണ്ടിലെ അങ്ങനെയുള്ള വളരെ ആദിമപരമായിട്ടുള്ള മൂല്യങ്ങൾ പിടിച്ചു നിൽക്കുന്നവരാണ്. ഇവർ സൊസൈറ്റിക്ക് ത്രെട്ടാണ്. ഇവർ വയലൻസ് ഉപയോഗിച്ച് ഈ സൊസൈറ്റിയെ അട്ടിമറിക്കാൻ പോകുന്നവരാണ്. ഇവർ പോപ്പുലേഷൻ കൂട്ടി അധികാരത്തിലെത്താൻ ശ്രമിക്കുന്നവരാണ്. ഇതൊരു റാൻഡം പ്രിജുഡിസ് അല്ല, ഇതൊരു ഇൻറ്റൻഷണൽ ഡിസ്കോഴ്സാണ്. മൈക്കിൾ ഫൂക്കോ ഇതിനെ വിളിക്കുന്നത് ഗവൺമെൻറ്റാലിറ്റി എന്നാണ്. ജനങ്ങൾക്കിടയിലേക്ക് ഫിയർ, അരക്ഷിതാവസ്ഥ, പ്രിജുഡിസ് ഇവയെല്ലാം ഇറക്കി വിട്ട് ആളുകളെ കൺട്രോൾ ചെയ്യുക എന്നതാണ് ഗവൺമെൻറ്റാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ 2 അക്യൂസേഷൻസ് ആണ് കൂടുതലുള്ളത്. ഒന്ന്, ഇവർ ഏലിയൻസ് ആണ്, നമ്മളെപ്പോലെ വളരെ ജനാധിപത്യ മൂല്യമുള്ള ഒരു രാജ്യത്ത് ഉൾക്കൊള്ളാൻ പറ്റാത്തവരാണ് എന്നതാണ് ഒന്നാമത്തെ അക്യൂസേഷൻ. രണ്ടാമത്തെ അക്യൂസേഷൻ എന്ന് വെച്ചാൽ ഇവർ അസിമിലേറ്റ് ചെയ്യപ്പെടാൻ താല്പര്യപ്പെടുന്നില്ല, ഇവരുടെ ഡിഫറൻസസ് മാറ്റാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് ഇവരെ കൺട്രോൾ ചെയ്യണം, പവറും ഫോഴ്സും ഉപയോഗിച്ച് ഇവരെ അസിമിലേറ്റ് നിർബന്ധിച്ച് നമ്മൾ എന്തോ ചെയ്യേണ്ടതുണ്ട് എന്ന ഒരു കുറ്റം കൂടെ മുസ്ലിങ്ങളുടെ പുറത്ത് നമ്മൾ വയ്ക്കാറുണ്ട്. നിർഭാഗ്യവശാൽ ഇതൊരു പുതിയ സംഭവമല്ല. 19-ാം നൂറ്റാണ്ടിൽ ജൂയിഷ് പ്രോബ്ലം അല്ലെങ്കിൽ ജൂതന്മാരുടെ പ്രശ്നം, ജൂതന്മാർ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുന്നു എന്നൊക്കെ തന്നെ കഥകൾ തന്നെയായിരുന്നു അന്നുണ്ടായിരുന്നത്. അന്ന് യൂറോപ്യൻ ഐഡൻറ്റിറ്റിയും യൂറോപ്യൻ സ്വത്വത്തിനും ത്രട്ടായിട്ട് നിന്നിരുന്നത് ജൂതന്മാരായിരുന്നെങ്കിൽ ഇന്നത് മുസ്ലിങ്ങളായി എന്നേ ഉള്ളൂ.
മുസ്ലിങ്ങളോടുള്ളൊരു പേടി പെട്ടെന്ന് വരുന്നതല്ല. സാറ ബ്രാക്ക് ഇതിനെ വിളിക്കുന്നത് പാലിംസിസ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്. ഒരു കഥ വീണ്ടും വീണ്ടും നമ്മൾ നറേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അർത്ഥം വരുന്ന ഒരു പ്രതിഭാസത്തെയാണ് പാലിംസിസ്റ്റ് നറേറ്റീവ് എന്ന് പറയുന്നത്. 1973 ക്യാമ്പ് ഓഫ് സെയിൻസ് എന്ന് പറയുന്നൊരു നോവൽ ഉണ്ടായിരുന്നു. അത് ബേസിക്കലി ഇന്ത്യക്കാർ ഈ യൂറോപ്പിലേക്ക് ഒരു കപ്പലിലൂടെ വന്ന് അവിടുത്തെ കൾച്ചറും സിവിലൈസേഷനും ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞ് അവിടുന്ന് വെള്ളക്കാരുടെ കൾച്ചർ ഐഡൻറ്റിറ്റി ഒക്കെ നശിക്കുന്ന ഒരു നോവലുണ്ട്. അത് ആണ് ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഐഡിയ മുമ്പോട്ട് വെച്ച് എന്നാണ് സാറ ബ്രാക്ക് പറയുന്നത്. യൂറോപ്യൻ എസെൻസോ യൂറോപ്യൻ കൾച്ചറോ ഇല്ലാത്ത കുറേ മനുഷ്യർ വരുന്നു, അവർ മൈഗ്രേഷനിലൂടെയും കുടിയേറ്റത്തിലൂടെയും പ്രസവ നിരക്കിലൂടെയും ഓവർ പോപ്പുലേഷനിലൂടെയും ഈ യൂറോപ്യൻ കൾച്ചറിനെ ഇല്ലാതാക്കുന്ന ഒരു ഫിക്ഷൻ ആയിരുന്നു ഈ ഒരു നോവൽ. ഈ ഒരു നോവൽ ഒരുപാട് പൊളിറ്റിക്കൽ ആൻഡ് അക്കാഡമിക് ലിറ്ററേച്ചറിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 1990-കളിൽ സാമുവൽ ഹണ്ടിങ്ടൺ തൻ്റെ ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ എഴുതുമ്പോൾ അതിനകത്ത് അദ്ദേഹം മുസ്ലിങ്ങളുടെ കൾച്ചറിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്, ഇത് വെസ്റ്റിന് ഒരു ത്രെട്ടാണ്, യൂറോപ്യൻ കൾച്ചറിനും ഐഡൻറ്റിറ്റിക്കും ത്രെട്ടാണ് എന്നാണ് അദ്ദേഹം എഴുതിയത്. 2000-നോട് അടുത്ത് വരുമ്പോഴത്തേക്കും ഒറിയാന ഫെലാച്ചി പോലുള്ള എഴുത്തുകാർ യുറേബിയ എന്ന് പറയുന്ന കോൺസ്പിറസി തിയറി നമ്മുടെ വെസ്റ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾക്കൊരു സീക്രട്ട് ഐഡിയ ഉണ്ട്, സീക്രട്ട് പ്ലാൻ ഉണ്ട്, യൂറോപ്പിനെ മൊത്തമായിട്ട് കോളനൈസ് ചെയ്യുകയും മൊത്തം അറബിക് കൾച്ചറിലേക്ക് മാറ്റാനുള്ള ഒരു സീക്രട്ട് പ്ലോട്ടുണ്ട് എന്നൊരു കോൺസ്പിറസി തിയറി ആയിരുന്നു ഈ യുറേബിയ. മുസ്ലിങ്ങൾ എലികളെ പോലെ ബ്രീഡ് ചെയ്യുന്നു എന്നായിരുന്നു ഫെലാച്ചി വെച്ചത്. നമ്മുടെ ഇവിടെയുള്ള പല ആഖ്യാനങ്ങളിലും കഥ വ്യത്യസ്തമല്ല. ഇവിടെ പന്നിയെ പോലെ പെറ്റുവരുന്നു എന്ന് ഉള്ള റെട്ടറിക് ഉള്ളുമ്പോൾ അവിടെ എലിയെ പോലെ പെറ്റുവരുന്നു എന്നായിരുന്നു പറഞ്ഞത്. ഇത് ഇത്തരം ബുക്കുകളിൽ മാത്രമല്ല നിലനിന്നിരുന്നത്. ഒരുപാട് സോഷ്യൽ മീഡിയ ഫാർ റൈറ്റ് ആയിട്ടുള്ള നെറ്റ്വർക്കുകളെല്ലാം ഇതിൻ്റെ പല ആഖ്യാനങ്ങൾ റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ പതിയെ മുസ്ലിങ്ങൾ ഒരു കാൽക്കുലേറ്റഡ് പ്ലാനോടുകൂടി കുടിയേറ്റവും പ്രസവ നിരക്കും കൂട്ടി യൂറോപ്പിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു എന്ന ഒരു കഥ അവിടെ ശക്തിപ്പെട്ടു. അത് ഇന്ന് ഒരു കോമൺ നറേറ്റീവ്, ഒരു സത്യമാണ്, അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റായിട്ട് തന്നെ പല ആളുകളും എടുക്കാൻ തുടങ്ങി. നമ്മുടെ ഇവിടുത്തെ പല സ്വതന്ത്ര ചിന്തകർ, സയൻസ് കമ്മ്യൂണിക്കേറ്റേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഇത് അതേമാതിരി തന്നെ റിപ്പീറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. ഈ ആഖ്യാനത്തിന് ഒന്നുകൂടെ ശക്തി കൊടുത്തത് റെനോഡ് കാമുസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് നോവലിസ്റ്റാണ്. അദ്ദേഹം മുമ്പോട്ട് വെച്ച ഒരു കോൺസ്പിറസി തിയറിയാണ് ദ ഗ്രേറ്റ് റീപ്ലേസ്മെൻറ്റ് തിയറി. അദ്ദേഹം പറഞ്ഞത് ഈ ഫ്രാൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ അൺറെക്കഗ്നൈസബിൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മുസ്ലിം ഇമിഗ്രേഷനും മുസ്ലിം പെറ്റുകൂട്ടലും കാരണം ഫ്രാൻസ് എന്ന് പറയുന്നത് ഫ്രാൻസ് തന്നെയാണോ നമുക്ക് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തുന്നു എന്നാണ്. ഈ വെസ്റ്റേൺ മൂല്യമായ സിറ്റിസൺഷിപ്പ് എന്നുള്ള സംഭവങ്ങളൊക്കെ പുള്ളി റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ ഫ്രഞ്ച്നെസ്, അതായത് ഫ്രഞ്ച് സ്വത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റേസാണ്, അതൊരു റേഷ്യൽ ഐഡൻറ്റിറ്റിയാണ്, അല്ലാതെ അതൊരു ലീഗൽ ഐഡൻറ്റിറ്റി. അതുകൊണ്ട് ഈ റേഷ്യൽ ഐഡൻറ്റിറ്റി ഇല്ലാത്തവർക്ക് ഈ ഫ്രഞ്ച് സ്വത്വം കൊടുക്കുന്നത് തെറ്റാണ് എന്ന രീതിയിലൊക്കെ പുള്ളി പോകാൻ തുടങ്ങി. ഫ്രഞ്ച്നെസ് ഇല്ലാത്ത മനുഷ്യർ ഒക്കെ റീപ്ലേസ് ചെയ്യാൻ വരുന്നു എന്ന ഒരു ഡീഹ്യൂമനൈസിങ്, മനുഷ്യത്വ വിരുദ്ധമായിട്ട് ഉള്ള ഒരു നറേറ്റീവാണ് കാമുസ് മുമ്പോട്ട് വെച്ചത്. നേരത്തെ പറഞ്ഞ ആ ഒരു പാലിംസിസ്റ്റ് നറേറ്റീവിൻ്റെ ഒരു എഫക്റ്റ് ഈ ഒരു സമയമായപ്പോഴത്തേക്കിനും യൂറോപ്പിലെങ്ങും പടർന്നിരുന്നു. ഫ്രാൻസിലുള്ള ഫാർ റൈറ്റ് പൊളിറ്റീഷ്യൻസും ജർമ്മനിയിലെ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പോലുള്ള ഫാർ റൈറ്റ് മൂവ്മെൻറ്റുകളെല്ലാം ഈ കഥ അങ്ങേറ്റെടുത്തു. ഇവരുടെ എല്ലാ കഥയിലും മുസ്ലിങ്ങൾ കോളനൈസേഴ്സായി മാറി. പ്രസവത്തിലൂടെ കോളനൈസ് ചെയ്യുന്ന ഈ മുസ്ലിങ്ങളെ എന്ത് ചെയ്യണം എന്ന രീതിയിലായി യൂറോപ്പിലെ ചർച്ചകൾ. യൂറോപ്പിലെ കഥ മുഴുവൻ വെസ്റ്റ് വേഴ്സസ് ഇസ്ലാം എന്ന രീതിയിലേക്കായി. വെസ്റ്റേൺ മൂല്യങ്ങളും ഇസ്ലാമും തമ്മിലുള്ളൊരു യുദ്ധം, ജീവിതവും മരണവും തമ്മിലുള്ള ഒരു പോരാട്ടം ആയി മാറി. മുസ്ലിങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടുവരാനും ഇമിഗ്രേഷൻ ബാൻ ചെയ്യണം എന്നുള്ള പൊതുബോധങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടു. ഈ റീപ്ലേസ്മെൻറ്റ് തിയറി ഒരുപാട് റൈറ്റുകൾക്കും അറ്റാക്കുകൾക്കും കാരണമായി. ഉദാഹരണത്തിന് നോർവേയിൽ 2011 നടന്ന അറ്റാക്ക്. യൂറോപ്പിന് വെളിയിൽ പോലും 2017 ഇത്തരം റാലികളുണ്ടായി. യു വിൽ നോട്ട് റിപ്ലേസ് അസ്, നിങ്ങൾ ഞങ്ങളെ റീപ്ലേസ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയിരുന്നു 2017 വെർജീനിയയിൽ ഒരു ഫാർ റൈറ്റ് സുപ്രമിസ്റ്റുകളുടെ റാലിയിൽ പറഞ്ഞത്. ഇത് അവിടുത്തെ പൊളിറ്റിക്കൽ ഗിമിക്കായിട്ട് തന്നെ മാറി. 2017 ജർമ്മനിയിൽ ഇലക്ഷൻ നടക്കുമ്പോൾ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. ഒരു വെളുത്ത വർഗ്ഗത്തിലുള്ള സ്ത്രീ ഗർഭിണിയായിട്ട് നിൽക്കുന്നു. പുതിയ ജർമ്മനിക്കാരെ ഞങ്ങൾ ഞങ്ങളുടേതാക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സർവൈവലിന് വേണ്ടി നമ്മൾ കൂടുതൽ പെറ്റുകൂട്ടണം, വെള്ളക്കാർ കൂടുതൽ പെറ്റുകൂട്ടണം എന്നാണ് അവർ മുമ്പോട്ട് വെച്ചത്. ഇതേ വാദം നമ്മുടെ സംഘപരിവാറും ഇവിടെ പറയുന്നുണ്ട്. ഹിന്ദു സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കേണ്ട ആവശ്യം അതിക്രമിച്ച് കഴിഞ്ഞു എന്ന്.
ഈ മൈഗ്രേഷനും മുസ്ലിങ്ങളുടെ ഈ മൈഗ്രേഷനും റീപ്രൊഡക്ഷനെയും കൗണ്ടർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? വെളുത്ത വർഗ്ഗത്തിലുള്ള സ്ത്രീകൾ കൂടുതൽ പ്രസവിച്ചേ പറ്റത്തുള്ളൂ. ഈ വെളുത്ത വർഗ്ഗക്കാരുടെ രാജ്യത്തെ രക്ഷിക്കേണ്ട ചുമതല വെളുത്ത വർഗ്ഗത്തിലുള്ള സ്ത്രീകളുടെ ചുമലിലായി. അവരുടെ ജോലി പ്രസവിച്ചു കൂട്ടുക എന്നതായി. അതേസമയം മറ്റ് പ്രഗ്നന്റ് സ്ത്രീകളും ഈ റൈറ്റ് വിങ് ബ്ലോഗുകളിലും റൈറ്റ് വിങ് ട്വിറ്ററിലും ഒക്കെ വന്നുകൊണ്ടിരുന്നു. പക്ഷേ അവിടെ എല്ലാം ബുർക്ക അണിഞ്ഞ ഒരു സ്ത്രീ ആണ് ഗർഭിണിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ അവരുടെ വയറ്റിൽ നിൽക്കുന്നത് കുട്ടിയോ മനുഷ്യരോ അല്ല, ബോംബാണ് എന്ന രീതിയിൽ തന്നെ അവർ കാണിച്ചു. യൂറോപ്യൻ വെള്ളക്കാരായ ഗർഭിണികൾ ജീവിതത്തിൻ്റെയും ജീവൻ്റെയും ദേവതകളായി മാറുമ്പോൾ മുസ്ലിം സ്ത്രീകൾ, മുസ്ലിം ഗർഭിണികൾ എന്ന് പറയുന്നത് മരണത്തിൻ്റെ ദേവതകളായി, കാലൻ്റെ ദേവതകളായി മാറുകയായി. മുസ്ലിമിൻ്റെ ജനനം എന്നത് തന്നെ യൂറോപ്പിൻ്റെ മരണമായി മാറി. സാറ ബ്രാക്ക് പറയുന്നത് ഇത് ജസ്റ്റ് പ്രൊപ്പഗൻഡയായിട്ട് കാണാൻ പറ്റത്തില്ല, ഇതിനെ ബയോ പൊളിറ്റിക്കൽ ടൂൾസ് ആയിട്ട് തന്നെ നമ്മൾ കാണണം. ഈ ബയോ പൊളിറ്റിക്കൽ ടൂൾ മനുഷ്യരെ രണ്ടായിട്ട് തിരിക്കുന്നു. ഒരു സ്ഥലത്ത് ജീവിക്കാൻ അവകാശമുള്ള മനുഷ്യർ വെളുത്ത വർഗ്ഗത്തിലുള്ള ക്രിസ്ത്യൻ യൂറോപ്യൻസായി മാറി. മറ്റേ സൈഡിൽ നിൽക്കുന്നത് നമുക്ക് ത്രെട്ടായിട്ടുള്ള മരണത്തിൻ്റെ സിമ്പിളായ മുസ്ലിങ്ങളുമായി മാറി. ഇത്തരം ഇമേജറികൾ അവിടുത്തെ പൊതുബോധത്തിൽ നമ്മൾ ആക്ട് ചെയ്യേണ്ടതുണ്ടെന്നും നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും ഇനി നമ്മൾ പ്രതികരിക്കേണ്ട സമയമായി എന്ന ബോധ്യം ഉണ്ടാക്കി കൊടുത്തു. അത് ശക്തമാക്കി. ഈ AFDയുടെ പോസ്റ്റ് ഒരു തരത്തിലുള്ള യൂജനിക്സും കൂടിയാണ്. വെളുത്ത വർഗ്ഗത്തിലുള്ളവർ കൂടുതൽ പ്രസവിക്കണമെന്നും വെളുത്ത വർഗ്ഗത്തിലല്ലാത്ത മുസ്ലിം, പ്രത്യേകിച്ച് മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ കുറച്ച് പ്രസവിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള യൂജനിക്സ് കൂടിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്തത്. സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ് രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു. മുസ്ലിം സ്ത്രീകൾക്കും അവരുടെ റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ് അവിടുത്തെ പൊതുസമൂഹം തീരുമാനിക്കുന്നു. വെളുത്ത വർഗ്ഗത്തിലുള്ള സ്ത്രീകളുടെ റിപ്രൊഡക്റ്റീവ് റൈറ്റ്സും അവിടുത്തെ പൊതുസമൂഹം തീരുമാനിക്കുന്നു എന്ന രീതിയിലേക്ക് മാറി. രണ്ട് സ്ത്രീകളുടെയും റിപ്രൊഡക്റ്റീവ് റൈറ്റ്സ് അവർക്കല്ല ബോഡിലി ഓട്ടോണമി ഉള്ളത്, അല്ലെങ്കിൽ ആ സ്ത്രീകളല്ല തീരുമാനിക്കുന്നത് ഞാൻ എത്ര പ്രസവിക്കണമെന്ന്. രാജ്യത്തിന് വേണ്ടി ഒരു വിഭാഗം സ്ത്രീകൾ കൂടുതൽ പ്രസവിക്കുകയും രാജ്യത്തിന് വേണ്ടി ഒരു വിഭാഗം സ്ത്രീകൾ പ്രസവിക്കാതിരിക്കുക എന്നത് രാജ്യത്തിൻ്റെ ആവശ്യമായി മാറി. ഇതുകൊണ്ടാണ് ഇതിനെ ബയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ്റെ ബയോളജി തന്നെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുകയാണ്. ഈ ബയോളജി രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ ഏതൊക്കെ മനുഷ്യർ ജീവിക്കണമെന്നും ഏതൊക്കെ മനുഷ്യർ ജീവിക്കരുത് എന്നതും തീരുമാനിക്കപ്പെടാൻ തുടങ്ങി. ഇത് ഇപ്പോൾ ഒരു റെട്ടറിക്ക് മാത്രമല്ല, അവിടുത്തെ നിയമങ്ങളിലായി കഴിഞ്ഞു. അവിടെ ഇപ്പോൾ ഇമിഗ്രേഷനെതിരെ നിയമങ്ങൾ വന്നു തുടങ്ങി. സിറ്റിസൺഷിപ്പ് വളരെ കർശനമാക്കി തുടങ്ങി. കോളനൈസ് ചെയ്യപ്പെട്ട അറബ് രാജ്യങ്ങളിൽ നിന്നും ഓടി വന്ന മനുഷ്യരാണ് കോളനൈസേഴ്സ് എന്ന് ചിത്രീകരിക്കപ്പെട്ടു. റിവേഴ്സ് കോളനൈസേഷൻ നടക്കുന്നു എന്ന കഥകൾ വരാൻ തുടങ്ങി. നാസ്തികത, യുക്തിവാദം, സ്വതന്ത്രത, മതം വിടൽ എന്നതൊക്കെ വളരെ യുക്തിയുടെ അടിസ്ഥാനത്തിലും വളരെ ശാസ്ത്രീയമായിട്ടും സത്യത്തിൻ്റെ അന്വേഷണമൊക്കെ ആയിട്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഈ ഒരു യുഗത്തിൽ കോൺസ്പിറസി തിയറികൾ വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് ഈ യുക്തിവാദവും നാസ്തികതയും പോലും മറ്റ് എക്സ്ട്രീമിസ്റ്റ് ഐഡിയോളജി പോലെ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സത്യം മനസ്സിലാക്കാനുള്ള സംവാദം എന്നുള്ള രീതിയിൽ നിന്ന് മാറി ഒരു മതം, പ്രത്യേകിച്ച് ഇസ്ലാമും മുസ്ലിം പോലെയുള്ള മതങ്ങളെയും വിശ്വാസികളെയും ഡീഹ്യൂമനൈസ് ചെയ്യുകയും അതിൻ്റെ പുറത്തൊരു റേഷ്യൽ സുപ്പീരിയോറിറ്റി, കൾച്ചറൽ സുപ്പീരിയോറിറ്റി കാണിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ സംവാദങ്ങൾ മാറിയിട്ടുണ്ട്. ഇതിന് പലപ്പോഴും ഇരയാകുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ്. നമ്മുടെ കേരളത്തിലും ഇത്തരം കോൺസ്പിറസി തിയറികൾ വളരെ ശക്തമായിട്ട് ആളുകൾ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. സ്വതന്ത്ര ചിന്തകർ, എക്സ് മുസ്ലിം, ഏത്തീസ്റ്റ്, ശാസ്ത്രപ്രചകർ എന്ന് പറയുന്നവർ ഈ പൊതുമേഖലകളിലും പൊതുമണ്ഡലങ്ങളിലും ഇത്തരം കോൺസ്പിറസി തിയറികൾ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. 100 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകാൻ പോകുന്നു എന്ന് പറയുന്നുള്ളൊരു പേടി. കേരളം ഇസ്ലാമികവൽക്കരിക്കപ്പെടാൻ പോകുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ത്രെട്ട് മുസ്ലിങ്ങളും ഇസ്ലാമുമാണ്. ഇങ്ങനെയുള്ള ഓരോരോ തിയറികളും ഓരോ കോൺസ്പിറസി തിയറികളും വെച്ചിട്ട് ആളുകളുടെ മനസ്സിൽ ഭീതി വ്യാപാരം ഉണ്ടാക്കണം. ഇതുകൊണ്ട് യാതൊരു സാമൂഹിക മാറ്റം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, കൂടുതൽ താലിബ് അൽ അബ്ദുൽ മോഹ്സിൻ പോലുള്ള ആളുകളെ നമ്മൾ സൃഷ്ടിക്കുകയാണ്. കേരളത്തിലെ താലിബ് അൽ അബ്ദുൽ മോഹ്സിൻ ആരായിരിക്കും എന്ന് മാത്രമേ നമുക്കിനി ചിന്തിക്കാൻ ബാക്കിയുള്ളൂ. ഇത്തരം ചിന്താരീതികൾ ഗ്ലോബൽ ത്രെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ റിയൽ ത്രെട്ട് മുസ്ലിങ്ങളല്ല, ഡിഫറൻസ് ഉള്ള മനുഷ്യരെ എങ്ങനെ ഡീൽ ചെയ്യും എന്ന് അറിയാതെ മനുഷ്യർ ഓരോ കഥകളിലും ഓരോ കോൺസ്പിറസികളിലും വിശ്വസിക്കുന്നതാണ് ഗ്ലോബൽ ത്രെട്ട്. ഓൾറെഡി നിലനിൽക്കുന്ന ഡിവിഷൻസും ഡിസ്ക്രിമിനേഷനും ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു വിഭാഗം മനുഷ്യരെ പ്രതികളും കോളനൈസേഴ്സും വൃത്തികെട്ടവരും ത്രെട്ടുമായിട്ട് ചിത്രീകരിക്കാനാണ് ഇത്തരം ടൂളുകൾ ഉപയോഗിക്കപ്പെടുന്നത്. ഇത്തരം ബയോപൊളിറ്റിക്കൽ ടൂളുകൾ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടത് ഇത് രണ്ട് വിഭാഗത്തിനും നഷ്ടങ്ങളെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന ചോദ്യം, നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്? ഇത്തരം കോൺസ്പിറസി തിയറികളാണ്, അതോ നമുക്ക് സൊസൈറ്റിയെ കുറച്ചും കൂടെ ഇൻക്ലൂസീവും ഡൈവേഴ്സും ആക്കാൻ പറ്റുമോ? ഇന്ത്യയിൽ ഇത് വളരെ ത്രെട്ടനിങ് മോഡിൽ തന്നെയാണ് നിൽക്കുന്നത്. എത്ര നാൾ ഈ കോൺസ്പിറസി തിയറികൾ നമ്മൾ വിശ്വസിക്കും? യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് നമ്മൾ ഓൾറെഡി പല വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലിടുക. നന്ദി.